നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഗലാത്യലേഖനം 5-ാം അധ്യായം 26-ാമത് വാക്യം. ആ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വ്യർത്ഥാഭിമാനികൾ ആകരുത് എന്നുള്ള വചനമാണ്. വിശുദ്ധ പൗലോസ് ഗലാത്യയിലെ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളിൽ ആരും വ്യർത്ഥാഭിമാനികൾ ആകരുത്, വ്യർത്ഥമായ മഹത്വം ആഗ്രഹിക്കുന്നവരായി നിങ്ങൾ തീരാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം എന്നുള്ളതായ വചനമാണ്. 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പീൻ എന്ന വചനമാണ്. നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭ്യമായിരിക്കുന്ന സ്വാതന്ത്ര്യം അത് ജഡത്തിൻ്റെ പ്രവൃത്തിക്ക് അവസരമാക്കുന്നതിനു പകരം നാം സ്നേഹത്തിൽ പരസ്പരം സേവിക്കുന്നവരായി തീരുവാൻ ഉത്സാഹിക്കണം എന്നുള്ള വാക്കുകളാണ്. 6-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യത്തിൽ വരുമ്പോഴും ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. പരിച്ഛേദനക്കാർ തന്നെയും ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണം എന്ന് വച്ച് നിങ്ങൾ പരിച്ഛേദന ഏൽപ്പാൻ അവർ ഇച്ഛിക്കുന്നതേ ഉള്ളൂ. ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ എന്താണ് നമ്മെ ഓർപ്പിക്കുന്നത്? അർഹമല്ലാത്തതും വ്യർത്ഥമായതുമായ മഹത്വത്തിനു വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നവരായി തീരാതിരിക്കുകയും മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ സ്വാതന്ത്ര്യം അത് പാപത്തിന് വഴിയാക്കി മാറ്റാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കുവാൻ ഉത്സാഹിക്കണം എന്നുള്ളതുമായ പദമാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം പറയുന്നത്, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ എന്നാണ്. ദൈവം നമ്മോട് പറയുന്നത് എന്താണ്? നാം വ്യർത്ഥമായ മഹത്വം ആഗ്രഹിക്കുന്നതിന് പകരമായിട്ട് പരസ്പരം ഏക മനസ്സോടും ഏക സ്നേഹത്തോടും ഐക്യതയോടും ഏക ഭാവത്തോടും കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽപ്പാനായിട്ട് ഉത്സാഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം എൻ്റെയും നിങ്ങളുടെയും മേൽ വരുവാനിടയായിത്തീരുമെന്നും നാം സ്വയമായൊരു മഹത്വം പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മെ മഹത്വത്തിലേക്ക് നയിക്കുമെന്നുമുള്ള ആഴമായ പദപ്രയോഗങ്ങളാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വ്യർത്ഥമായ മഹത്വം ആഗ്രഹിച്ചുകൊണ്ട് അർഹതയില്ലാത്ത മാനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നവരായിട്ടല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏക മനസ്സും ഏക സ്നേഹവും ഏക ഭാവവുമുള്ളവരായി ഐക്യതയുടെ ആത്മാവിൽ ഒരുമിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കഴിക്കേണ്ടതിന് നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും ആ തലത്തിൽ പ്രാർത്ഥനയിൽ മുന്നേറുന്നവരുമായി തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിന് സർവകൃപാലുവായ ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളിൽ ആരും
വ്യർത്ഥമായ മഹത്വം ആഗ്രഹിക്കുന്നവരായി തീരാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരും വിനയമുള്ളവരുമായി നിലനിൽപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവം ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.